ഒറ്റക്കെട്ടെന്നുള്ള സന്ദേശമാണ് ഇപ്പോൾ തന്നെ പാകിസ്ഥാന് നൽകി കഴിഞ്ഞിരിക്കുന്നത്. അതിന്റെ മറുപടി പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടുമുണ്ട്. അല്പസമയം മുമ്പ് പാകിസ്ഥാന്റെ ഒരു ഔദ്യോഗിക വേർഷനായി ഒരു ട്വീറ്റായി വരുന്നത് ഇന്ത്യ പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ. പക്ഷേ ഇന്ത്യ പറയുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണം ഇപ്പോൾ നടത്തുന്ന നരേന്ദ്രമോദി പറയുന്നതാണ് ശരിയെന്ന് പ്രതിപക്ഷം തന്നെ സമ്മതിക്കുന്നതാണ്. ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ വി ഡി സതീശനും എം എ ബേബിയും പോലെ ഒന്നോ രണ്ടോ പേർ മാത്രമാണ് സുരക്ഷാ വീഴ്ച എന്ന കാര്യത്തിലേക്ക് ശ്രദ്ധ കൂടുതൽ ഊന്നുന്നത്. പക്ഷേ ഇവിടെ ഉണ്ടായ കൂട്ടക്കുരുതി എന്ന് പറയുന്നത് ഒരു മസാക്കറാണ്. അപ്പോൾ ആ കൂട്ടക്കുരുതി എന്ന രീതിയിൽ തന്നെയാണ്, അതൊരു ജീനോസൈഡ് എന്ന രീതിയിലാണ് അതിനെ കാണേണ്ടത്. അത് ചെയ്തവർ അവർ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം ഇന്ത്യൻ മുസ്ലിംസ് വേഴ്സസ് ഇന്ത്യൻ ഹിന്ദുസ് എന്നതാണ്. അവിടെ ഈ കൊലപാതകത്തിലൂടെ അവർ ലക്ഷ്യമിട്ടിരിക്കുക, അല്ലെങ്കിൽ ഇന്ത്യൻ മുസ്ലിം എന്ന് പറയുന്നത് അവർ തിരിച്ചടിക്കാനായി നിൽക്കുന്നവരാണ്. അങ്ങനെയുള്ള ഒരു ഡിവൈഡ്, കൃത്യമായ ഒരു പോളറൈസേഷൻ എങ്ങനെയാണോ പാകിസ്ഥാൻ ഉണ്ടായത് അതേപോലെയുള്ളൊരു പോളറൈസേഷനാണ് ഉണ്ടാക്കാനായി ഇപ്പോൾ ശ്രമിച്ചിരിക്കുന്നത്. അത് ലഷ്കർ ഇ തൊയ്ബയുടെ പ്ലാനാണ്. ലഷ്കർ ഇ തൊയ്ബയുടെ പ്ലാനാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്. അവർ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഹിന്ദുക്കൾ ഭൂരിപക്ഷമായിട്ടുള്ള ജമ്മു അല്ല, മുസ്ലിംസ് ഡോമിനേറ്റ് ചെയ്യുന്ന കശ്മീരാണ്. അവിടെയാണ് ഈ സ്ലീപ്പർ സെൽസിനെ എല്ലാം ആക്റ്റീവാക്കി അവരിപ്പോൾ നിർത്തുന്നത്. കാരണം അവിടെ ആര് തിരിച്ചടിച്ചാലും, അവിടെയുള്ള സൈനിക വാഹന വ്യൂഹം അല്ലെങ്കിൽ സൈനികർ ആക്രമിക്കപ്പെട്ടാലും സാധാരണക്കാർ ആക്രമിക്കപ്പെട്ടാലും അത് മുസ്ലിം ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായ ആ ഒരു ടാഗ് ലൈൻ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അവിടെ താമസിക്കുന്നത് കൂടുതൽ ഭൂരിപക്ഷമായിട്ടുള്ള മുസ്ലിങ്ങളാണ്, ഇവർക്ക് അഭയം കൊടുക്കുന്നത് എന്ന ഒരു നെറേറ്റീവ് അവിടെ കൊണ്ടുവരാൻ പറ്റും. നേരത്തെ അരുൺ സാർ പറഞ്ഞതുപോലെ, നേരത്തെ സ്മൃതി മാഡം പറഞ്ഞതുപോലെ, ബൈസാരൻ അവിടെ അങ്ങനെയുള്ള ഒരു എന്തുകൊണ്ട് അവിടെ സുരക്ഷ ഏർപ്പെടുത്തിയില്ല. ബൈസാരൻ എന്ന് പറയുന്ന പ്രദേശത്ത് 1990s ഏറ്റവും കൂടുതൽ മിലിറ്റന്റ് അറ്റാക്സ് കശ്മീരിൽ ഉണ്ടായിട്ടുള്ള 1990s പോലും ഇവിടെ ഒരു സൈനിക ഇടപെടലുകൾ അല്ലെങ്കിൽ സൈനിക സാന്നിധ്യം ഉണ്ടാകാത്ത സ്ഥലമാണ്. കാരണം അത്രത്തോളം ഇമ്മ്യൂൺ ആയിരുന്നു, അത്രത്തോളം ശാന്തമായി തന്നെ ഇട്ടിരുന്ന ഒരു സ്ഥലമാണ്. അവിടേക്ക് ഒരു തരത്തിലുമുള്ള ഒരു തീവ്രവാദി ആക്രമണങ്ങൾ ഇക്കഴിഞ്ഞ വർഷങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, 40-50 വർഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇവിടെ മറ്റൊരു കാര്യവുമായി കൂടി നമ്മൾ ഇതിനെ ചേർത്ത് വെക്കേണ്ടതുണ്ട്. മാർച്ച് 11 നടന്ന ജാഫർ എക്സ്പ്രസ് ഹൈജാക്കിംഗ്, അത് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത്. ആ നാണക്കേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാർഗറ്റ് 200 പാകിസ്ഥാനി മിലിറ്ററി പേഴ്സണൽ ആയിരുന്നു. ആ ടാർഗറ്റ് അതാരാണ് ചെയ്തത്? ബലൂചിസ്ഥാനിലെ ക്വറ്റയിൽ നിന്ന് പെഷാവറിലേക്ക് പോയ ട്രെയിനാണ്. അപ്പോൾ അതിന് ഞങ്ങളും ശക്തരാണ് എന്ന് കാണിക്കണം. ഈ ബലോജ് ആർമി, അതിനെതിരെ ഞങ്ങളും ശക്തരാണ് എന്ന് കാണിക്കണം ലഷ്കറിന്. അതിനുവേണ്ടി കൂടിയാണ് തൊട്ടടുത്ത മാസം മാർച്ച് 11 ഇത് നടക്കുന്നു, റാഞ്ചൽ നടക്കുന്നു. അതിനുശേഷം തൊട്ടടുത്ത മാസം വീണ്ടും ആക്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ രാഷ്ട്രം മറ്റ് ലോക നേതാക്കളുടെ സന്ദർശനം 2000 ബിൽ ക്ലിന്റനെങ്കിൽ ഇപ്പോൾ JD വാൻസ് ആണ്. JD വാൻസും അദ്ദേഹത്തിന്റെ ഇന്ത്യൻ വംശജയായ ഭാര്യയുമുണ്ട്. അപ്പോൾ ആ കുടുംബത്തോടെ അവരിവിടെ നിൽക്കുമ്പോൾ അത് വലിയ രീതിയിൽ ലോകമാധ്യമങ്ങളിൽ ആ കാര്യത്തിൽ അവർ വിജയിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. വലിയ രീതിയിൽ ഇന്ത്യയിലെ ഭീകരാക്രമണം, JD വാൻസ് ഇൻ ഇന്ത്യ, ആ സമയത്തുണ്ടായിരിക്കുന്ന ഭീകരാക്രമണം എന്ന രീതിയിൽ അത് തലക്കെട്ടായി മാറിയിട്ടുമുണ്ട്. ഇവിടെ ആരെയാണ് കൊന്നത്? നിരായുധരായ മനുഷ്യരെയാണ്, സിവിലിയൻസിനെയാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. ഒരു തെറ്റും ചെയ്യാത്ത വിനോദസഞ്ചാരികൾ ഇവിടെ നിന്ന് മലയാളി അടക്കം, നമ്മൾ മലയാളിയെന്ന് എടുത്തു പറയേണ്ടതില്ല, അവിടെ മരിച്ചവരെല്ലാവരും ഇന്ത്യക്കാരാണ്. ഇന്ത്യൻസ് എന്നുള്ളതാണ് അവരുടെ കോമൺ ആയിട്ടുള്ള ഐഡന്റിറ്റി. അവരെ വെടിവെച്ചിടുന്നത് ഇസ്ലാം അല്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ടാണ്. നേരത്തെ സൂചിപ്പിച്ച കുതിരക്കാരൻ, അയാൾക്ക് ജീവൻ നഷ്ടമാകുന്ന എപ്പോഴാണ്? ആദ്യം അയാളെ പരിശോധിക്കുന്നുണ്ട്. അവിടെയുള്ള ഈ വിക്ടിംസ് തന്നെ, അതായത് രക്ഷപ്പെട്ട സ്ത്രീകൾ തന്നെ പറയുന്നു, ഈ കുതിരക്കാരനെ പരിശോധിക്കുന്നു. കുതിരക്കാരൻ കശ്മീരിയാണ്, മുസ്ലിമാണ് എന്ന് ഉറപ്പാക്കിയ ശേഷം അയാളെ വെറുതെ വിടുന്നു. പക്ഷേ അയാൾക്കൊപ്പം സവാരി ചെയ്തയാളെ വെടിവെച്ചിടാൻ ശ്രമിക്കുമ്പോഴാണ് അയാൾക്ക് ഇടയ്ക്ക് കയറേണ്ടി വരുന്നത്. അപ്പോൾ എത്രത്തോളം പ്ലാൻഡ് ആയിട്ടുള്ള ഒരു അറ്റാക്കാണ് അവർ നടത്തുന്നത്, അതിന്റെ ഉദ്ദേശം എന്താണ് എന്നത് കൃത്യമായി കേന്ദ്ര സർക്കാർ ഇതിനകം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ച ഛത്തീസിംഗ്പുര കൂട്ടക്കൊലയുമായി ഇതിനൊരു സാമ്യമുണ്ട് എന്നതും കൂടി കേന്ദ്രം ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട്. 25 വർഷം മുൻപാണ് അത് നടന്നത്. 25 വർഷങ്ങൾക്കിപ്പുറം ഇവിടെ JD വാൻസ് ഉള്ളപ്പോൾ ഇത് നടക്കുന്നു. ഇനി ഈ റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞു, അത് ഈ ആർട്ടിക്കിൾ 370 ശേഷം രൂപപ്പെട്ട ഒരു കൂട്ടായ്മയായിട്ടൊന്നും ഞാനതിനെ കാണുന്നില്ല. അവിടെ ജമ്മു കശ്മീരിൽ വളരെ ആക്റ്റീവ് ആയിരുന്ന ലഷ്കർ ഇ തൊയ്ബയുടെ സ്ലീപ്പർ സെൽസ് ഉണ്ട്. ആ സെൽസിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ മറ്റൊരു പേര് മാത്രമാണ്. അത് പാകിസ്ഥാൻ ആർമിയുടെ തന്നെ ഒരു പ്രോക്സിയാണ്. കാരണം ഈ വെടിവെച്ചിട്ട ആളുകൾ എല്ലാവരും കൃത്യമായി ലഷ്കർ ഇ തൊയ്ബയുടെ പരിശീലനമാണോ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പരിശീലനമാണോ അവർക്ക് കിട്ടിയത് എന്നത് മാത്രമാണ് ഇനി വ്യക്തമാകേണ്ടത്. കാരണം ആർമി എങ്ങനെയാണോ ആക്ട് ചെയ്യുന്നത് അതുപോലെയാണ് ഓരോരുത്തരെയായി ഹാൻഡ് പിക്ക് ചെയ്ത് അവരെ പരിശോധിച്ച് വെടിവെച്ചിടുന്നു. മുട്ടുകുത്തി തലകീഴ്പ്പാക്കി നിർത്തിക്കൊണ്ടുള്ള വെടിവെച്ചിടലിന്റെ മറ്റൊരു രൂപമാണ് നമ്മൾ പഹൽഗാമിൽ കണ്ടത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോഴത്തെ കണക്കനുസരിച്ച്, കേന്ദ്ര സർക്കാരിന്റെ കണക്കനുസരിച്ച് 100 മുതൽ 250 വരെ സ്ലീപ്പർ സെൽസ് കശ്മീരിൽ കിടക്കുന്നുണ്ട്. അത് മുഴുവൻ നിർവീര്യമാക്കുക എന്ന ഒരു ഓപ്പറേഷനിലേക്ക് അവർക്ക് കടക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച കുതിരക്കാരനായ ആളുടെ പേര് പറഞ്ഞപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരാളുണ്ടല്ലോ, ഹിമാൻഷിയുടെ കണ്ണീരിന് അതിന് മറുപടി കൊടുക്കേണ്ടത് ഇന്ത്യയിലെ ഓരോരുത്തരുമാണ്. വിനയ് നർവാലിനെ നഷ്ടപ്പെട്ട ഹിമാൻഷിയുടെ ആ ചിത്രം അത് പങ്കുവെക്കാത്തവരായി, അല്ലെങ്കിൽ അത് കണ്ട് ഉള്ളിൽ വേദന തോന്നാത്തവരായി ഒരു ഇന്ത്യക്കാരൻ പോലും ഉണ്ടാകില്ല. ഇവിടെ എന്താണ്, ഇസ്ലാമിക തീവ്രവാദമാണ് നടക്കുന്നത് എന്ന ഒരു വേർഷൻ കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് കൊന്നത് എന്നുള്ളത് വ്യക്തമാണ്. Meet the editors.